ഹലോ, നമ്മളിന്നിപ്പോൾ ഇവിടെ നിൽക്കുന്നത് കൗതുക പാർക്കിലാണ്. തൃശ്ശൂർ ജില്ലയിൽ കോട്ട അവിടെ നിന്ന് അതിരപ്പള്ളിയിലേക്ക് പോകുന്ന റൂട്ടിലാണ് നമുക്ക് കൗതുക പാർക്ക് വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ എഴുതി വെച്ചിട്ടുള്ള പോലെ വണ്ടർഫുൾ ഇക്കോ അക്വ ഫാം ടൂറിസം. അപ്പം ഒരുപാട് അവാർഡുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ വളരെ നല്ലൊരു സ്ഥലമായിട്ടാണ്. ഇനി നമുക്ക് കൗതുക പാർക്കിൻ്റെ എൻട്രൻസിലേക്ക് പോകണം. അപ്പോൾ നമുക്ക് 100 രൂപയാണ് ഫീസ് വരുന്ന ഒരാൾക്ക്. ഇനി അതിനകത്തേക്കുള്ള കാഴ്ചകൾ നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ അവിടെ നിന്ന് നമുക്ക് എൻട്രൻസിൻ്റെ അവിടേക്ക് പോവുകയാണ്. ഇവിടെ നമ്മൾ വീടിൻ്റെ ചേർന്ന് കണ്ടോ ഒരു സൺഷെയ്ഡിൽ കൂടെ വളർത്തിയേക്കുന്ന ഒരു മരം. ഇദ്ദേഹമാണ് വർക്കി വെളിയത്ത്. ഇദ്ദേഹത്തിൻ്റെ വീടും പറമ്പും കാര്യങ്ങളുമാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ഇദ്ദേഹമാണ് ഇതിൻ്റെ പ്ലാനിങ്, ഡിസൈൻ, മെയിൻ്റനൻസ്, എക്സിക്യൂഷൻ, ഗൈഡൻസ് എല്ലാം കൗതുക പാർക്കിൻ്റെ എല്ലാമാണ് വർക്കിച്ചേട്ടൻ നമ്മുടെ ഒപ്പം ചേർന്ന് ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ കേരളത്തിൻ്റെ ഷേപ്പാണ്, കാടിൻ്റെ പശ്ചാത്തലമാണ്. കാടിലെ പോലെ തന്നെ കഴിച്ചു വിട്ടേക്കുന്നതാണ്. അവർക്ക് അവരുടെ ഇഷ്ടത്തിന് പോകാൻ വരാം. പ്ലേമേ ഏറുമാടം കണ്ടോ, അവിടെ വലിയ മരത്തിൻ്റെ വേരുകൾ കൊണ്ട് ഏറുമാടങ്ങൾ, അതിനൊക്കെ ലോക റെക്കോർഡ് കിട്ടിയേക്കുന്നതാണ്. ഇതിലാണ് വലിയ മീനുകൾ, അരാപ്പൈമയ്ക്കില്ല, ആളോളം വലിപ്പമുള്ള അരാപ്പൈമ, അലിഗേറ്റർ ഫിഷുകൾ, അതൊക്കെ ഈ സൈഡിലാണ്. കുറേ അരയന്നങ്ങൾ, കുളക്കോഴി, പിന്നെ ഇതൊരു ശില മരം എന്നാണ് പറഞ്ഞത്. അതുപോലെ അവിടെ പണ്ടത്തെ ആദിമ മനുഷ്യരുടെ ശവകുടി, ശിലായുഗത്തിലേക്ക് പോലെയുള്ള ശവകുടീരത്തിൻ്റെ ഒരു മോഡല്. പിന്നെ ഇവിടെ ഉണ്ട് ഭയങ്കര ഒരു പ്രാവുകളും പക്ഷികളും ഒക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് വിട്ടേക്കാണ്. അപ്പോൾ നമുക്കിതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് പല രീതിയിൽ, കേവ് ഉണ്ട്, പിന്നെ കുളങ്ങളുണ്ട്, പാലങ്ങളുണ്ട്. അപ്പോൾ ആദ്യം കാണുന്നത് ഒരു ചെറിയൊരു പാലമാണ്, പിന്നെ ഒരു ഗുഹ. അപ്പോൾ നമുക്ക് നോക്കാം. അവിടെ പോണ്ടി ആ കേവെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പതുക്കെ പോയി നോക്കാം. ഇതിനകത്ത് മീനൊക്കെ ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ മീനുകളുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ ഗുഹ. ഇതിനകത്തേക്ക് കയറിപ്പോ ഇവിടെ നമുക്ക് ഇടയ്ക്ക് റെഡ് ലൈറ്റൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ റെഡ് ട്യൂബ് ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് പോയി നോക്കാം. ഇത് കഴിഞ്ഞിട്ട് ഒരു കുളം കാണുന്നുണ്ട്. സദസ്സിൽ കുറേ പക്ഷികളും മൃഗങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കുറേ അമ്മാനികളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. എന്ത് രസം ഇവിടെ പെട്ടെന്നൊരു ഊഞ്ഞാല് കണ്ടു. പിള്ളേരെയൊക്കെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. മൊയലുകളും ഗിനിപ്പന്നികളൊക്കെ അപ്പുറത്തിപ്പുറത്തൊക്കെ ആയിട്ട് കാണാം. ഇതിനകത്ത് നിറച്ച് കുഞ്ഞു നല്ല രസമുണ്ടല്ലേ, ഹാംസ്റ്ററും ഇതൊക്കെ കാണാനായിട്ട്. നമ്മൾ ഈ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതിങ്ങനെ ഓരോ സ്ഥലത്തിൽ കൂടെ കയറി പോകുന്നൊക്കെ. പിന്നെ ഏറുമാടമുള്ള മുളയുടെ ഉള്ളിൽ കണ്ടോ, നിറച്ച് മുളകളുടെ ഉള്ളിൽ ഏറുമാടം പോലെ പണിത് വെച്ചിട്ടുണ്ട്. ഏറുമാടം കാണാൻ നല്ല രസമുണ്ട്. ഭയങ്കര നാച്ചുറലായിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണ്. ഇതിൻ്റെയൊക്കെ പ്ലാനിങ്ങും കൺസ്ട്രക്ഷനും എക്സിക്യൂഷനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഓരോ സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ളൊരു കോണി വെച്ചിട്ടുണ്ട്. കയറി നോക്കാം. നമ്മൾ ഏറുമാടത്തേക്ക് കയറി കേട്ടോ. ആ കോണിമക്കോടെ കയറി. നമ്മളിപ്പോൾ ഇതേ ഏറുമാടത്തിൻ്റെ മുകളിലാണ്. മുള കൊണ്ടുള്ള ഏറുമാട. ചുറ്റും മുള, ചുറ്റും കാട്, ചുറ്റും പ്രകൃതി രമണീയം, പച്ചപ്പ്, ഹരിതാഭം ഒക്കെ തന്നെയാണ്. താഴെ നിന്നൊക്കെ കുറേ കുളങ്ങൾ എല്ലാം നമുക്ക് കാണാൻ പറ്റും. പക്ഷികളും ഇതൊക്കെ കാണാൻ പറ്റും. ഇതുപോലെ നിന്ന് ഇറങ്ങണം. ഇവിടുന്ന് അതൊരു ടാസ്ക് ആയിരിക്കും. അവിടെ ആ കുളത്തിൽ നല്ല മീനുകളും ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഓറഞ്ച് കളറിലൊക്കെ ഉള്ള മീൻ, വേറെ നല്ല വെറൈറ്റി മീനുകളൊക്കെ ഉണ്ട്.
കൾച്ചറൽ ഹെറിറ്റേജ് മ്യൂസിയം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് ഇരിക്കാനായിട്ടുള്ള ചെയറൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും അപ്പുറത്ത് ഏറുമാടോ അതുപോലെ കാഴ്ചകളൊക്കെ. നല്ലൊരു സ്ഥലമാണ്, റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഈ ഒരു പ്ലേസ് എന്തായാലും കുട്ടികളെ കൊണ്ടുവരേണ്ട മസ്റ്റായിട്ടുള്ളൊരു സ്ഥലമാണ്. കാരണം ഇപ്പോഴത്തെ ഒരു സമയത്തൊക്കെ ഇതുപോലുള്ളൊരു ആവാസ വ്യവസ്ഥ മനസ്സിലാക്കുക എന്നൊക്കെ പറയുന്നത് പിള്ളേർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഹെറിറ്റേജ് മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി ഇനി അടുത്ത കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് സഞ്ചരിക്കുന്ന ചെടിയും ഇവിടെ കാണാൻ പറ്റും. വേരുകളുടെ സഹായത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വളരുന്ന വലിയൊരു ചെടിയാണ്, കുറേ വർഷങ്ങളായിട്ടുള്ള ചെടിയാണ്. അതുപോലെ തന്നെ സഞ്ചരിക്കുന്ന മുള കണ്ട, വള്ളിമുള സഞ്ചരിക്കുന്ന രീതി നമുക്ക് കാണാം. ഇങ്ങനെ 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 പോവാണ്, ക്ലൈംബർ ബാമ്പു. അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ ഉണ്ട്. നല്ലൊരു അന്തരീക്ഷമാണ്. നമ്മൾ നേരത്തെ ബാംബു ഹട്ട് കണ്ടു, അതുപോലെ തന്നെ മരങ്ങളുടെ ഇടയിൽ വേറൊരു ഏറുമാടം കൂടി ഉണ്ട് കേട്ടോ. ഇടയ്ക്ക് കുടിവെള്ളം ഉള്ള കിട്ടുന്ന സ്ഥലമുണ്ട്. നടന്ന് ക്ഷീണിക്കൊന്നുമില്ല നമ്മൾ ഇതിൽ കൂടെ വരുമ്പം. കാരണം നമ്മൾ ക്ഷീണവും ദാഹവും വിശപ്പും എല്ലാം മറന്നു പോകും ഇതിനകത്ത് വന്നാണ്. അടുത്തൊരു സംഭവം, നല്ലൊരു ഏരിയ ആണിത്. വീണ്ടും കുറേ സഞ്ചരിക്കുന്ന ചെടികളുണ്ട്. അതിനകത്ത് ഒന്നാണ് നേരത്തെ നമ്മൾ കണ്ടത് ബാംബു ഹട്ടായിരുന്നു. ഇത് ബാംബു ഹട്ടല്ല, മരത്തിൻ്റെ മുകളിലുള്ള ഏറുമാടാണ്. ഇവിടെ നമുക്ക് കോണി വെച്ചിട്ടുണ്ട്, നമുക്കൊന്ന് കയറി നോക്കണം. നല്ലൊരു പ്ലേസാണ്, എന്തായാലും വരണം കേട്ടോ. ഇത്രയും അടുത്തൊരു മുയലിനെ അടുത്തൊക്കെ കെട്ടിയേക്കുന്നത് ഇപ്പോഴാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മൾ വെളുത്തം മുയൽ പോലെ ചാര നിറത്തിലുള്ള ഒരു ബ്രൗണിഷ് നിറത്തിലുള്ള ഒരു മുയൽ. കുറേ മുയലുകളുണ്ട്, കുറേ പക്ഷികളുണ്ട്. ഇപ്പോൾ ഇവിടെ ആണെങ്കിലും കുറേ കൂടുകളുണ്ട് മുയലുകളുടെയൊക്കെ. കൂടെന്ന് പറയുമ്പോൾ അവരെ കൂട്ടിൽ കളച്ചതല്ല, അത് തുറന്നിട്ടേക്കാണ്. അവർക്ക് എപ്പോൾ വേണമെങ്കിലും പോവാം, എപ്പോൾ വേണമെങ്കിലും വരാം. പിന്നെ വഞ്ചിയുടെ ഷേപ്പിലൊരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് പരമ്പരാഗത പഠിക്കണതാണ്. നമ്മൾ പല സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്, പണ്ടത്തെ രീതിയിൽ ഇങ്ങനെ സ്റ്റെപ്പായിട്ടുള്ള പഠിക്കണതാണ്. ഇതിനകത്ത് നമുക്കുള്ളത് അരപ്പയ്മ ഫിഷാണ്. അത് ശരിക്കും ആമസോൺ റിവർ ഫിഷാണ്. അത് ഭയങ്കര വെയിറ്റും ഭംഗിയുണ്ട്. ഒരു 12 ഫീറ്റ് നീളം, അതുപോലെ 150 കിലോ ആണ് അതിൻ്റെ വെയിറ്റ് വരുന്നത്. ഭയങ്കര അപൂർവമായിട്ട് കാണാൻ സാധിച്ചാണ് അരപ്പയ്മ. അപ്പം നല്ല ഭംഗിയിൽ കാണാൻ പറ്റും. നിങ്ങൾ കാണുന്നുണ്ട് അതിൻ്റെ വലുപ്പവും ഭംഗിയൊക്കെ. ഇത് ഇനിയും നീളം വയ്ക്കും. ഇത് നമ്മൾ വീഡിയോയിലും ക്യാമറയിലും കാണുമ്പോൾ എത്രത്തോളം വലുതായിട്ട് കാണുന്നുണ്ടെന്ന് അറിഞ്ഞുകൊടുത്ത് നല്ലൊരു സൈസുള്ളൊരു ഫിഷാണ്. അതിനതുപോലെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ അപൂർവമായിട്ട് കാണാൻ കിട്ടുന്ന കാഴ്ചകളിലൊന്നാണ്. എനിക്ക് ഈ പ്രാവുകളൊക്കെ പറക്കുമ്പോഴേ ദേവദൂതൻ സിനിമയിൽ ഇങ്ങനെ പ്രാവുകൾ ഇങ്ങനെ പറന്ന് അവസാനം പോകില്ലേ, ഇപ്പോൾ റിലീസുകളുടെ സമയമാണല്ലോ. ഇപ്പം പ്രാവുകളുടെ ഭയങ്കരമായിട്ട് ഓർമ്മിപ്പിച്ചൊരു സിനിമയായിരുന്നു ദേവദൂതൻ. സഞ്ചരിക്കുന്ന ചെടിയിൽ ഏറുമാടം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 തരത്തിൽ നമുക്ക് കയറാം. ഒന്ന് ഇരുമ്പിൻ്റെ കോണി അവിടെ വെച്ചിട്ടുണ്ട്, അതുപോലെ മരത്തിൻ്റെ ആ വേരുമക്കോടെ തന്നെ അവർ വെച്ചിട്ടുണ്ട്. ഇച്ചിരി മരത്തിൻ്റെ വേരുമക്കോടെ കയറി ഇച്ചിരി റിസ്ക്കാന്ന് തോന്നുന്നു. മറ്റേത് നേരത്തെ പോലെ എളുപ്പത്തിൽ കയറാൻ തോന്നുന്നു. അപ്പോൾ നോക്കി നോക്കാം, കയറിയിട്ട് ബാക്കി. നമ്മളിപ്പോൾ ഏറുമാടത്തിൻ്റെ ഉള്ളിൽ സഞ്ചരിക്കുന്ന ചെടിയുടെ ഏറുമാടത്തിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത് കണ്ട. അപ്പം ഇവിടെ ഇനിയും കയറി പോകാനായിട്ടുള്ള സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അത്രയും കയറുന്നില്ല. ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും കാഴ്ചകളൊക്കെ കണ്ടോ. ഞാൻ തിരിച്ചിറങ്ങട്ടെ. അറ്റാക്കിംഗ് അലിഗേറ്റർ ഫിഷ് എന്ന് കേട്ടിട്ടുണ്ടോ? അതാണ് ഈ സംഭവം. ആക്രമണ സ്വഭാവമുള്ള ഒരു ഫിഷാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ വെള്ളത്തിലൊന്നും കൈയിടരുത്. സുരക്ഷിതമായിട്ടുള്ളൊരു അകലം പാലിച്ചിട്ട് വേണം ഇവിടെ നിൽക്കാനായിട്ട്. വളരെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടും. ഇതാണ് നമ്മുടെ അറ്റാക്കിംഗ് ആലിഗേറ്റർ ഫിഷ്. ഇതിനകത്ത് ഒരെണ്ണമല്ല കേട്ടോ, 3-4 എണ്ണം ഉണ്ട്. 3 എണ്ണം ഇപ്പം ഞാൻ കാണുന്നുണ്ട്, ഇനിയും ഉള്ളൂന്നറിയില്ല. ഇഷ്ടം പോലെ മുയലുകളെയും പ്രാവുകളെയും കോഴികളെയും എല്ലാം ഇവിടെ കാണാൻ പറ്റും. ശരിക്കും ഒരു ആവാസ വ്യവസ്ഥ, ഇക്കോസിസ്റ്റം തന്നെയാണിത്. കുളം ഇഷ്ടംപോലെ വലിയ മീനുകളുണ്ട്. ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് നടക്കാനും പറ്റും. എന്ത് രസമാണ്.
ഉണ്ടോ? ഇതിൻ്റെ അടിയിൽ മൊത്തം നല്ല മീനുകളാണ്. കണ്ടു, നല്ല മീനുകളാണ്. അതിൻ്റെ അടിയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഇത് നമുക്ക് വേറെയും കുളവും പിന്നെ അതിൻ്റെ അടുത്ത് നടുക്കിലൊരു സഞ്ചരിക്കുന്ന ചെടി വേറെയും കാണാം. അതിൻ്റെ അപ്പുറത്ത് കൂടെ വേറൊരു പാലുണ്ട്. മീനുകളുണ്ട് കേട്ടോ. നമുക്ക് വേറെ കളറായത് കാരണം കൊണ്ട് കാണാൻ പറ്റാനില്ല. കല്ലിൻ്റെ കളറിലും ഇഷ്ടംപോലെ മീനുകളുണ്ട്. അപ്പം നമ്മൾ കൗതുക പാർക്കിൻ്റെ എല്ലാ കാഴ്ചകളും കണ്ടു. ഇവിടെ കുറേ നേരത്തെ പറഞ്ഞ ആൾ കിളികളുണ്ട്, പിന്നെ മുയലുകളുണ്ട്, പ്രാവുകളുണ്ട്, കോഴികളുണ്ട്, പിന്നെ മരങ്ങളുണ്ട്, ചെടികളുണ്ട്, സഞ്ചരിക്കുന്ന ചെടിയുണ്ട്, മീനുകളുണ്ട്. അങ്ങനെ ശരിക്കും നല്ലൊരു ആവാസ വ്യവസ്ഥ തന്നെ ശരിക്കും സൃഷ്ടിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഇതുപോലത്തെ ഒരു സ്ഥലത്ത് ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അതിന് ഒരുപാട് അംഗീകാരങ്ങളും അവാർഡുകളൊക്കെ ഇവർക്ക് കിട്ടിയിട്ടുമുണ്ട്. എനിക്ക് തോന്നുന്നു പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് ജീവിക്കാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ അടുത്ത കാലത്തൊക്കെ ഇങ്ങനത്തെ ഒരു സംഭവം. ഒരു വീടിനോട് ചേർന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ എനിക്കത് കുട്ടികളെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ ഒക്കെ എന്തായാലും സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അവർക്ക് ശരിക്കും മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. പ്രശംസപത്രം തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ നമ്മൾ ജീവിക്കുന്ന സ്ഥലത്ത് മനുഷ്യന് മാത്രം അവകാശമുള്ളൂ എന്നാണോ? അതല്ല. നമ്മളുടെ ഫെല്ലോ ക്രീച്ചേഴ്സ് ഉണ്ട്, അവർക്കും ജീവിക്കാനുള്ള അവകാശം അനുവദിക്കേണ്ട. അത് അവരുടെ അവകാശമാണ്, തടസ്സപ്പെടുത്തരുത്.